എല്ലാവർക്കും നമസ്കാരം. ജയ് ഗുരുദേവ്. കണ്ണുകളടച്ച് നട്ടല് നിവർത്തി വെച്ചിരിക്കാം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘ ശ്വാസം എടുക്കാം. ഓ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. നമസ്കാരം. ജയ് ഗുരുദേവ്. സുഖമാണോ എല്ലാവർക്കും? ഗുഡ്. ഒരു സെക്കൻഡ്, ഞാൻ എൻ്റെ ഇൻ്റർനെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. യെസ്, കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ വീഡിയോ ഓഡിയോ? എനിക്ക് സ്റ്റക്ക് ആവുന്നുണ്ടല്ലോ ഇടയ്ക്ക്. എൻ്റെ ഇവിടെ സ്റ്റക്ക് ആവുക, ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുക. ഓക്കെ, യെസ്. ഓക്കെ, ജയ് ഗുരുദേവ്. കമ്മിങ് ബാക്ക്. ശരി. ഇന്ന് കുറേ ആൾക്കാർ ജപമൊക്കെ ചെയ്ത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ചില ആൾക്കാർ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. വളരെ നല്ല നല്ല കാര്യം. ഓക്കെ, അപ്പോൾ ജപ സാധനകൾ മുടക്കാതിരിക്കുക, ജപം ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഹയർ നോളേജ് നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് എലിജിബിലിറ്റി ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതാണ്. ശാരീരിക മാനസികമായിട്ട് നമുക്കതിന് പക്വത വന്നിട്ടില്ലെങ്കിൽ ഇതെല്ലാം വെറും ഒരു എന്താ പറയുക, ഒരു സിനിമ കണ്ടിട്ട് വന്നതുപോലെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വലിയ സമയം കുറച്ച് ഉറക്കവും കളഞ്ഞു എന്നല്ലാതെ ഉപയോഗം ഉണ്ടാവില്ല. ഓട്ട ബക്കറ്റിൽ വെള്ളം കോരുന്നത് പോലെയാണ്. ഓട്ടയുള്ള ബക്കറ്റ് കണ്ടിട്ടുണ്ടോ? അതിലിങ്ങനെ വെള്ളം കോരി കഴിഞ്ഞാൽ എത്ര നേരം അത് നിൽക്കും? നിൽക്കില്ല. അപ്പോൾ ഇത് നിൽക്കണമെങ്കിൽ ഇതിന് കൃത്യമായി നമുക്ക് പാത്രത എന്ന് പറയാം അതിന്. അതിന് നമ്മൾ തയ്യാറായിരിക്കണം, ശാരീരികമായിട്ട് മാനസികമായിട്ട് തയ്യാറെടുപ്പ്. അപ്പം അതിന് ഒരുപാട് ഘടകങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ ഈ ആധ്യാത്മികമായ സാധനകൾ നമ്മൾ ചെയ്യണത് നമ്മളെ കൂടുതൽ ഉപകരിക്കും. ഭക്ഷണം, ഉറക്കം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് വളരെ ഹയർ നോളേജാണ്. വെച്ചാൽ ശങ്കരാചാര്യർ അവർ ഡിസ്കസ് ചെയ്ത കാര്യമാണെന്ന് വെച്ചാൽ നമുക്കിത് ബുദ്ധി കൊണ്ടൊന്നും ആലോചിച്ച് ചിലപ്പോൾ കിട്ടില്ല. ബുദ്ധിയുടെയും അപ്പുറത്ത് നിൽക്കുന്ന ചില ജ്ഞാനമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, എന്താണ് മനോബുദ്ധ അഹങ്കാര ചിത്താനിനഹം, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ഇതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇതിന് പറയണത് ഇപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നോക്കൂ, നമുക്ക് ഈ ശാരീരികമായിട്ട് മാനസികമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും, അല്ലേ? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ശരീരമുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അയാളെ മനുഷ്യൻ എന്ന് പറഞ്ഞു? ഒരാളുടെ ശരീരം കണ്ടിട്ടാണോ? അതോ നിങ്ങൾ കാണുകയാണ് എല്ലാവരിലും ആത്മാവിനെയാണോ കാണുന്നത്? അല്ലല്ലേ, ശരീരം കാണാറില്ലേ ആൾക്കാരെ കാണുമ്പോൾ? അയാളുടെ ശരീരം കണ്ട് ഇയാൾ മനുഷ്യനാണ്, വ്യക്തിയാണ്, അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യെസ്,
യെസ്. അപ്പോൾ ഇതിന് അടുത്ത വരികളിൽ നജപ്രാണ സംഖ്യോ നവാപഞ്ച വായു, അതായത് ഈ പഞ്ചവായു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ പ്രാണൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പ്രാണൻ, പ്രാണായാമം, പ്രാണൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രാണൻ എന്ന് വെച്ചാൽ, ഇതിന് ഞാൻ കുറച്ച് ശാസ്ത്രീയമായിട്ട് പറയണം. നമ്മൾ ആയുർവേദത്തിൽ യോഗയിലൊക്കെ പറയുന്നത് പോലെ, നമ്മൾ എടുക്കുന്ന ശ്വാസം പ്രാണവായു. അപ്പോൾ ഈ ശ്വാസത്തിന്, ഈ പ്രാണവായു ഇതിൽ നിന്നും ഇതിൻ്റെ ഊർജത്തെ കുറച്ചുകൂടെ സൂക്ഷ്മമായ തലത്തിലേക്ക് മാറ്റി അതിനെ ജീവിക്കാൻ ആവശ്യമായ എനർജിയാക്കി മാറ്റുന്ന പ്രാണൻ. ഇതാണ് പ്രാണവായു, പ്രാണൻ എന്ന് പറയുന്നത്. ഈ വൈറ്റൽ ഫോഴ്സിൻ്റെ സട്ടിലായിട്ടുള്ള ഫോമാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ശ്വാസം എടുക്കുന്ന ശ്വാസം, ഇതാണ് പ്രാണവായു എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിലെന്താ പ്രാണനുള്ളത് എന്ന് വെച്ചാൽ ഓക്സിജൻ ഉണ്ട് എന്ന് പറയാം, അല്ലേ? ഓക്സിജൻ അല്ലേ? ഓക്സിജൻ അല്ലേ എടുക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്ത് വിടണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓക്സിജനെ ഇനിയും കുറച്ച് നമ്മൾ ബയോളജിക്കലി നോക്കുകയാണെങ്കിൽ അത് ATP എന്ന് പറയുന്ന ഒരു മോളിക്യൂളായിട്ട് മാറും. അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. അത് കുറച്ച് കഷ്ടമാണ് മനസ്സിലാക്കാൻ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, മെഡിക്കൽ ടേമാണ്. ശരി. അപ്പോൾ ഇത് പ്രാണനായി മാറുന്നു. ഇതിൻ്റെ സൂക്ഷ്മമായ ഇതിൽ ഇത് പ്രാണനായി മാറും. ഈ പ്രാണനാണ് എല്ലാവിടെയും സഞ്ചരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ കോശങ്ങളിലും, ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ഈ നമ്മളെടുക്കുന്ന ഈ ഓക്സിജൻ എത്തിയിട്ടില്ലെങ്കിൽ ആ കോശം നശിച്ചു പോകും. 2 മിനിറ്റിൽ കൂടുതൽ ബ്രെയിനിലേക്ക് രക്ത ഓട്ടം നടന്നിട്ടില്ലെങ്കിൽ ചില ഭാഗം തളർന്ന് മരിച്ചു പോകും ആൾക്കാർ. 2 മിനിറ്റ്. ഹൃദയത്തിന് ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഹൃദയം നിന്ന് പോകും. അങ്ങനെ ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ പ്രാണൻ എത്തണം. അങ്ങനെ വരുമ്പോൾ അപ്പോൾ പറയണു, ഞാൻ ഈ പ്രാണനും അല്ല. ഈ പ്രാണനാണ് നമ്മൾ പറയില്ല, പ്രാണൻ പോയി ആൾ പോയി എന്ന് പറയില്ലേ? പ്രാണൻ പോയി, ആ പ്രാണനും അല്ല ഞാൻ. ഈ പ്രാണനെ 5ആയി വിഭജിക്കുന്നുണ്ട്. പ്രാണ, സമാന, ഉദാന, വ്യാന എന്നൊക്കെ പറഞ്ഞിട്ട് 5ആയിട്ട് വിഭജിക്കുന്നുണ്ട്. ഇതിന് 5 തരം ജോലിയുണ്ട്. ഓരോ ഭാഗത്തായിട്ട് വ്യത്യസ്തമായ ഫങ്ഷൻ ഉണ്ട്. ഈ പഞ്ചപ്രാണൻ എന്ന് പറയും. ഇപ്പം ഈ സാധനങ്ങൾ ശരീരത്തിലുള്ളിടത്തോളം ശരീരമുണ്ട്. ഇതെപ്പോൾ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ അതോടെ കഴിഞ്ഞു. ഈ ശരീരത്തിൽ മരിച്ചു കഴിഞ്ഞാലും കുറച്ച് നേരം ചൂടുണ്ടാവും, അറിയോ, ശരീരത്തിൽ. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാലും കുറച്ച് നേരം ആ പ്രാണശക്തി അതിലുണ്ടാവും. തണുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അപ്പോൾ അതും പോയി. ഇനി പിന്നെ ഒരു രക്ഷയില്ല. അല്ലെ, മരിച്ച ആൾക്കാരൊന്ന് ചെക്ക് ചെയ്തിട്ടുള്ള ശരീരം തണുത്തിട്ടുണ്ടോ എന്ന് നോക്കും. തണുത്തിട്ടുണ്ടെങ്കിൽ പോയി, ഇനി നോക്കാനില്ല. ചൂടുണ്ടെങ്കിൽ വേഗം ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കും. അപ്പോൾ ഈ പഞ്ചപ്രാണൻ 5 വഴിക്ക് പോകും. 5 വഴിക്കല്ല, അതിനൊരു വഴിയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരീരം ഇല്ല. അപ്പം നമ്മൾ വിചാരിക്കും ഈ പ്രാണനാണ് ഞാൻ. ആ പ്രാണനും അല്ല. എന്തു പറയുന്നു? ഈ പ്രാണനും അല്ല. അതായത് നമ്മൾ മനസ്സിലാക്കിയ പ്രാണനും അതിൻ്റെ സബ് ഡിവിഷനായ, അല്ലെങ്കിൽ അത് വ്യത്യസ്തമായ 5ആയി മാറിയിരിക്കുന്ന ഈ പ്രാണനും അല്ല എന്ന് പറയുന്നു. നവാസപ്തധാതുർ നവാപഞ്ചകോശ. അതായത് ഇനി സപ്തധാതുക്കളെ കുറിച്ച് നമുക്ക് ആയുർവേദത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പോലും ഈ ശരീരം എങ്ങനെയാണ് മാറിയിരിക്കുന്നത് വെച്ചാൽ, ഈ ശരീരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം കഴിക്കണു, ഇത് ദഹനം ചെയ്യണു, ദഹിച്ചതിന് ശേഷം ചെറുകുടലിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇത് ആഗിരണം ചെയ്ത് ബ്ലഡിലേക്ക് എടുക്കണം. എവിടെ നിന്നാണ്? ചെറുകുടലിൽ നിന്ന് ഇത് ശരീരത്തിൽ, ഇത് കഴിക്കുന്ന ഭക്ഷണം ശരീരമായി മാറും. ഇതിങ്ങനെ വ്യത്യസ്ത സാധനങ്ങളായി മാറും. അപ്പോൾ വ്യത്യസ്ത വസ്തുക്കളായിട്ട് മാറും. അങ്ങനെ സപ്തധാതുക്കൾ, 7 ധാതുക്കളുണ്ട് എന്നാണ് പറയുന്നത് ശരീരത്തിൽ. അപ്പോൾ അതിനെ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വരുന്ന വെച്ചാൽ, രസ, രക്ത എന്ന് പറയും. രസ, രക്ത എന്ന് വെച്ചാൽ ആദ്യത്തെ 2 എന്ന് പറഞ്ഞാൽ
നമ്മളുടെ പ്ലാസ്മ എന്ന് പറയും, അതിന് എന്താ രസം എന്ന് പറയും. രക്തത്തിലുള്ള രസം എന്ന് പറയുന്ന പ്ലാസ്മ, ബ്ലഡ് പ്ലാസ്മ എന്ന് പറയും. രക്തം എന്ന് വെച്ചാൽ പ്ലാസ്മയുടെ അത് കഴിഞ്ഞാൽ അത് ബ്ലഡായി മാറി എന്ന് പറയും. അത് കഴിഞ്ഞാൽ മാംസ. മാംസം എന്ന് പറഞ്ഞാൽ അത് ടിഷ്യൂ അല്ലേ? നമുക്ക് ശരീരത്തിൽ ടിഷ്യൂ ഉണ്ടോ? ടിഷ്യൂ എന്ന് വെച്ചാൽ കോശങ്ങൾ. കോശം എന്ന് പറഞ്ഞാൽ സെല്ല്, ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ്. കോശങ്ങൾ ഓരോ ഭാഗത്തെ നെർവ് സെൽസ്, അതേപോലെ നമുക്ക് ഓരോരോ സെല്ലുകൾ പറയും. ബ്ലഡ് സെല്ലുകൾ, ഇങ്ങനെ. അപ്പോൾ ഇനി അത് കഴിഞ്ഞാൽ മേധ എന്ന് പറയും. മേധ എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണ്. ശരീരത്തിൽ കൊഴുപ്പുണ്ടോ? ഇല്ല. 20 കിലോ ഉണ്ടായിരുന്ന ഒരാൾ നന്നായി ഭക്ഷണം കഴിച്ച് 40 കിലോ, അത് കൊഴുപ്പ് കൂടിയിട്ടാണ് പറയില്ലേ? അല്ലേ? കൊഴുപ്പാണെന്ന് പറയില്ലേ? കൊഴുപ്പടിഞ്ഞതാണെന്ന് പറയില്ലേ? ബ്ലോക്കാണ്, ഹാർട്ടാണ്. ഇത് പറഞ്ഞാൽ അതൊരു ഒരു സപ്തധാതുവിലെ ഒന്നാണ് ഈ കൊഴുപ്പ് എന്ന് പറയുന്ന സാധനം, ഫാറ്റ് എന്ന് പറയും. അപ്പോൾ രക്ത, മാംസ, മേധ, അസ്ഥി. ഇനി അടുത്തത് ആ, നമ്മുടെ ശരീരത്തിന്റെ ബോണ് എന്ന് വെച്ചാൽ അസ്ഥികൾ. അസ്ഥി ഉണ്ടോ നമുക്ക്? ഉണ്ടോ? ഇല്ലേ? എല്ലിന് വേദനയാണ്, എല്ലിന് തേയ്മാനമാണ്, എല്ല് മുറിഞ്ഞു, ഏ എല്ല് വിലക്കുറവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സാധനമുണ്ട്. അസ്ഥി കഴിഞ്ഞാൽ അസ്ഥി മജ്ജ എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് മജ്ജ. ശരിക്കും മജ്ജയിൽ നിന്നാണ് ഈ ചുവന്ന രക്താണുക്കളൊക്കെ ഉണ്ടാകണമെന്ന് പറയാം, ബ്ലഡിൽ ഫോം ചെയ്യണത് അവിടെ നിന്നാണ് ജനിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ മാംസ മജ്ജ എന്ന് പറയണം. അത് അതും കഴിഞ്ഞിട്ടുള്ള കുറച്ചുകൂടെ എന്താ പറയുക, ഫൈനസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് ശുക്ര എന്ന് പറയുന്നത്. അതായത് റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന ഫ്ലൂയിഡ്. എല്ലാവരുടെ ശരീരത്തിലും ഇത് ഫോം ആവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഓരോ തരം, ഇതെല്ലാം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ഈ ഭക്ഷണത്തിൽ നിന്ന് ഓരോ സാധനങ്ങളായി മാറി 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 വരികയാണ്. ഇതിൻ്റെ പുറകെ ഒരു വലിയൊരു രഹസ്യം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വ്രതം എടുക്കില്ലേ? വ്രതം എടുത്തിട്ട് നമ്മുടെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് ശുദ്ധി ആവണമെങ്കിൽ 41 ദിവസം വ്രതം എടുക്കണം എന്ന് പറയോ? ഉണ്ട് അല്ലേ? 41 ദിവസം വ്രതം എടുക്കണം. അപ്പം ഇത് ഞാൻ ശാസ്ത്രവും പറയണം, ഇതൊന്നും അല്ല എന്ന് പറയാനാണ്. അതിന് മുമ്പ് ഇത് കുറച്ച് കാര്യങ്ങളോട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ 41 ദിവസം വ്രതം എടുക്കും. നമ്മൾ ഈ കഴിച്ച ഭക്ഷണം നമ്മൾ പറഞ്ഞു, ആദ്യത്തെ രക്ത, മാംസ, മേധ, അസ്ഥി, മജ്ജ, ശുക്ര എന്ന് പറയുന്ന ഈ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്, സിമൻ എന്ന് പറയും. അപ്പം ഇതായി മാറണമെങ്കിൽ 41 ദിവസം എടുക്കും അത്ര ഈ ഭക്ഷണം കഴിച്ച ഈ പദാർത്ഥം ഈ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡായിട്ട് മാറാൻ. അതുകൊണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു വ്രതമൊക്കെ എടുത്തിട്ട് നല്ല കുട്ടികൾ ഉണ്ടാവാൻ വ്രതശുദ്ധിയോടെ ചെയ്യണമെന്ന് പറയും. ഇന്ന് ചിക്കനും മട്ടനും ഒക്കെ കഴിച്ചിട്ട് ഹണിമൂൺ എവിടെയെങ്കിലുമൊക്കെ പോയി കുട്ടിയുടെ സ്വഭാവം അങ്ങനെ മാറും. അപ്പോൾ ഇത് ഇത്രയും ശാസ്ത്രീയമായി തീരുമാനിച്ചാണ്. അപ്പം നമ്മുടെ മനസ്സ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ എല്ലാം എന്തിനെ സ്വാധീനിക്കും? നമ്മുടെ എല്ലാത്തിനെയും സ്വാധീനിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ഇത് സ്വാധീനിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് ഫൈനസ്റ്റ് ഫോമായിട്ട് ഇങ്ങനെ മാറും. അപ്പോൾ ഈ 7 സപ്തധാതുക്കൾ തന്നെയാണ് ഈ ശരീരമായിട്ട് നമ്മൾ കാണുന്നതല്ല. എന്താണ് നമ്മൾ ഈ കാണുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത്? സപ്തധാതുക്കൾ. ഈ സപ്തധാതുക്കൾ 7 നമ്മൾ വിഭജിച്ച് കഴിഞ്ഞാൽ കുറച്ച് 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 പാത്രങ്ങളിൽ കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ട് നമ്മളെ മാറ്റി വയ്ക്കാം. ഈ കശാപ്പ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, എല്ല് കുറച്ച്, ഹാർട്ട് കുറച്ച്. ഈ റോഡ് സൈഡിലൊക്കെ പോകുമ്പോഴേ ചില ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഈ ഇറച്ചി ഭാഗം, ഇത് തല ഇപ്പുറത്ത്, ഇങ്ങനെ ആടിനെയൊക്കെ വെട്ടി വെക്കാറുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മളെയും വെട്ടി വെച്ച് കഴിഞ്ഞാൽ അസ്ഥി, മാംസ, മജ്ജ ഇങ്ങനെയെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ 7 സാധനം. ഇതാണ് ഈ പറയുന്ന ഈ വസ്തുക്കളൊക്കെ നമ്മൾ കാണുന്നത്. അതും ഞാനല്ല. എന്തു പറഞ്ഞു? അപ്പൊ ഈ സാധനവും ഞാനല്ല.
അപ്പൊ ഈ കാണുന്ന വസ്തു ഞാനില്ലേ ഭഗവാനെ ഇത്ര കാലം ഇതിന് പരിപോഷിപ്പിച്ച് ഇതിന് ഭക്ഷണം കൊടുത്ത് ഇതിനെ കഴുകി വൃത്തിയാക്കി ചന്തമാക്കി മിനുക്കി നടന്നിട്ട് ഇതൊന്നും ഞാനല്ല എന്നോ? ഇതുമല്ല പിന്നെന്താ? നമുക്ക് ഇനിയിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞു മനസ്സല്ല ബുദ്ധിയല്ല ഓർമ്മയല്ല അഹങ്കാരമല്ല ഒന്നുമല്ല ഈ പഞ്ചഭൂതമല്ല എന്ന് പറഞ്ഞു. പിന്നെ ശരി എന്നാ ശരീരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ആണോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോ അതുമല്ല. ഏ, മനസ്സിലാവുന്നുണ്ടോ? ഇത് കുറച്ചുകൂടെ സൂക്ഷ്മമാണ്. നമ്മളെ മനോബുദ്ധി അഹങ്കാര ചിത്ത അനിനാഹം പറഞ്ഞ നല്ല രസത്തിൽ പാട്ട് കേൾക്കാം. പക്ഷെ അതിന് ഉദ്ദേശിച്ച കാര്യം ശാസ്ത്രീയമായി മനസ്സിലാക്കിയാലേ നമുക്ക് നമ്മുടെ മനസ്സ് ആ ബുദ്ധിയും അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ആ ജ്ഞാനത്തെ നമ്മുടെ മനസ്സും ബുദ്ധിയും ഇല്ലേ ഇതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അന്ന് പണ്ട് ശങ്കരാചാര്യർ അയാളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താണ്. അത് അവരുടെ കാര്യമായി അവരങ്ങനെയായി എന്തോ ആണ് കേട്ടോ, നല്ല കാര്യമാണ് കേട്ടാ എന്ന് തോന്നിയിട്ട് നമ്മുടെ വിഷമവും വേദനയും അതൊക്കെ ഇങ്ങനെ തന്നെ എന്ന് വിചാരിച്ചിരിക്കും. എല്ലിന് വിലക്കുറവ്, എല്ലൊടിഞ്ഞു, വിഷമിക്കണോ? വിഷമിക്കണമെങ്കിൽ വിഷമിക്കാം, വിഷമിക്കണ്ടെങ്കിൽ വിഷമിക്കണ്ട. ഇത് ഞാനേ അല്ല, എനിക്ക് ശരീരം ഇവിടെ പ്രകൃതി തന്ന ഒരു സമ്മാനമാണ് അല്ലേ? നമ്മൾ ഇതിൽ പറയും ഈ ശരീരം പ്രകൃതി തന്ന നിങ്ങൾക്ക് മൂല്യമായ അമൂല്യമായ ഒരു സമ്മാനമാണ് അല്ലേ? നമ്മൾ മെഡിറ്റേഷനിലൊക്കെ ഗുരുജിയുടെ പഠിച്ചിട്ടുണ്ട്. ഏ, അതേപോലെ അപ്പൊ നമുക്ക് തിരിച്ചറിയേണ്ട കാര്യം ഈ കാണുന്ന ഈ സപ്തധാതുക്കൾ അല്ല, പഞ്ചപ്രാണനും അല്ല. പഞ്ചപ്രാണനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായോ? പഞ്ചപ്രാണനെ കുറിച്ച് പറയില്ല, 5 തരം പ്രാണനുണ്ട് ശരീരത്തിൽ, ഈ പ്രാണൻ 5ആയി മാറുന്നുണ്ട് എന്ന് പറഞ്ഞ സാധനം. ഇതിന് 5 തരം ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓരോ ഭാഗത്തും ഓരോ, ഇവിടുന്ന് ചെസ്റ്റിൻ്റെ മുകളിലേക്കൊന്ന്, അതിന് താഴേക്കൊന്ന്, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ വ്യത്യസ്ത തരം ശരീര പ്രവർത്തനങ്ങൾ ഇത് കോർഡിനേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഇത് നമ്മൾ ആയുർവേദത്തിലും അല്ലെങ്കിൽ യോഗശാസ്ത്രത്തിലും കുറച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇത് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ഇത് മനസ്സിന് ബുദ്ധിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ജ്ഞാനത്തിനെ മുറുകെ പിടിക്കാൻ നമുക്ക് ഒരു ഗ്രിപ്പ് കിട്ടും. അല്ലെങ്കിൽ ഇത് നോളേജാണ്, അത് അവിടെ ഇരിക്കട്ടെ, നമ്മുടെ കാര്യങ്ങളുടെ പ്രാരാബ്ദമുണ്ട്, വേദനയുണ്ട്, വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കും. അപ്പോൾ അടുത്ത പറയാം, നജപ്രാണ സംഖ്യോ നവൈ പഞ്ചവായു നവാ സപ്തധാതുർ നവാ പഞ്ചകോശ നവാ നവാക്പാണിപാദം നചപ്സ്ത നചോ സപ്ത പായു ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് വെച്ചാൽ ഈ പഞ്ച കർമ്മേന്ദ്രിയങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്വക്ക്, ഏ അതായത് മൂക്ക്, നാക്ക്, കണ്ണ്, ഇതെല്ലാം. അതേപോലെ കർമ്മേന്ദ്രിയങ്ങളുണ്ട്, നമുക്ക് കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങൾ, കാല്, കൈ എന്നൊക്കെ പറയണ പഞ്ച കർമ്മേന്ദ്രിയങ്ങൾ. ഈ സാധനവും ഞാനല്ല എന്ന് വെച്ചു, ഇതും ഞാനല്ല. എന്ന് വെച്ചാൽ പിന്നെ നമ്മളെ കാണാൻ എന്താ ഇപ്പം പറയുക? ഇയാൾക്ക് ഇപ്പം ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി എന്താ പറയുക? ഇയാളെ അല്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കണ നമുക്ക് ഈ കാണുന്നതൊന്നുമല്ല ഇയാളെ. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഇയാളെ വ്യക്തിയായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ച് നമുക്ക് വിഷമമുണ്ട് എന്ന് പറയും. അതാണ് ജ്ഞാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നമുക്ക് ജ്ഞാനം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ശാന്തി സന്തോഷം ഉണ്ടാവുക? നമുക്ക് കണ്ണിനോ മൂക്കിനോ പൊക്കിനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ വസ്തുക്കൾക്ക്, അസ്ഥിക്കോ മജ്ജയ്ക്കോ കൊഴുപ്പ് കൂടിയോ കുറഞ്ഞോ, തടിയനാണ്, കൊഴുപ്പിൻ്റെ പ്രശ്നമാണ്, വിഷമമുണ്ടോ? ഇല്ല, ഞാൻ ശരീരമേ അല്ല. എങ്കിലും എൻ്റെ ശരീരം സംരക്ഷിക്കണം. ഏ കാലിനോ കൈക്കോ, അങ്ങനെ ചിലവരൊക്കെ പറയും ഈ കാലിന് പ്രശ്നമുള്ള അവൻ്റെ ജീവിതം എന്തൊരു കഷ്ടമാണ്, ദൈവം കാല് കൊടുത്തില്ല, ആ കുട്ടി അങ്ങനെ ഒരാളായിപ്പോയി എന്നൊക്കെ പറയാറില്ലേ? കൈയില്ലാത്ത ആള്, കാലില്ലാത്ത ആള്, ഉയരം, കണ്ണ്, മൂക്ക്, ആന, ചേന എന്നൊക്കെ പറഞ്ഞ ഈ സംഭവങ്ങളെ അല്ല എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇതൊക്കെ കേൾക്കാൻ? ഈ കാണുന്ന വസ്തുക്കളൊന്നും നമ്മളല്ല. ഇങ്ങനെ ഒന്നുമല്ല അല്ല എന്ന് വെച്ചാൽ പിന്നെ എന്താ അവശേഷിക്കുന്നത്? എന്താണ് ഞാൻ എന്നൊരു ചോദ്യം വരുമോ?
എന്താണെന്നൊരു ചോദ്യം വരും. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഇത് ആരാണ് ഈ സംഭവം ഈ പരിപാടിയുടെ മുമ്പർത്ത് ഇരുന്ന് കാണുന്നത് ആരാ? ഈ മൊബൈലിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എന്നോട് നോക്കി ഇങ്ങനെ തലയാട്ടി ചിരിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഉറക്കമൊക്കെ തൂങ്ങണം നിങ്ങൾ ആരാ? ആരാ? ആരാണ്? അല്ലേ? ആരാണ്? അപ്പോൾ പറയണ ശങ്കരാചാര്യ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ഏ ചിദാനന്ദൻ എന്ന് വെച്ചാൽ ആ ബോധസ്വരൂപനായ ശിവം. അതാണ് ശിവം. ആ വലിയ ബോധം, ശിവബോധം, അത് തന്നെയാണ് നിങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ച് ഭഗവാനെ ഞാൻ പരമശിവനായ എന്താ അളിയ വിശേഷം എന്ന് നാളെ ശിവനെ കണ്ട് ചോദിക്കാൻ പറ്റുമോ? ഞാൻ ശിവനാണ്. നാളെ കൃഷ്ണന്റെ അവിടേക്ക് പോകണം, അമ്പലത്തിലേക്ക്, ഗുരുവായൂരിലേക്ക് പോകണം. എന്താ മച്ചാനെ സുഖമാണോ? എന്താ കൃഷ്ണോ വിശേഷങ്ങൾ? നമ്മളൊക്കെ പണ്ട് ഒരുമിച്ചല്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ? നമ്മുടെ അഹങ്കാരമാണ് അതിന് കാരണം. ഞാൻ എന്തോ വസ്തുവാണ്, വ്യക്തിയാണെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തെറ്റി. ഞാൻ ഈ സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യമായ ശക്തിയുടെ ഭാഗം, ആ ബോധം, അതാണ് ഞാൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ലോകം സംബന്ധിച്ച മനസ്സ്, ബുദ്ധി, ഓർമ്മ ഇതുകൊണ്ടൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യത്തിനും നമ്മളെ വേദനിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ തീരുമാനിച്ച, നമുക്ക് വേദനിക്കേണ്ട എന്ന് തീരുമാനിച്ച് സത്യം മനസ്സിലാക്കി കഴിഞ്ഞ ഒരാൾക്ക് ഈ കാര്യങ്ങളൊന്നും അലട്ടില്ല. എന്ന് വെച്ച് നാളെ നമ്മൾ പറഞ്ഞു ഞാനിതൊന്നും അല്ല അതല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഈ ജ്ഞാനം എപ്പോഴാണ് ഉപകരിക്കുക എന്ന് വെച്ചാൽ, ഒന്നും നമുക്ക് ജീവന്റെ ഭയം ഇല്ലാതാവും. ഇതിങ്ങനെ നമ്മൾ അനുദിനം പ്രാക്ടീസ് ചെയ്ത് ജപമൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിനെ കുറിച്ചുള്ള വേവലാതി നമുക്ക് പോവും. ശരീരത്തിനെ കുറിച്ചും മനസ്സിനെ കുറിച്ചും ദുഃഖങ്ങളെ കുറിച്ചുള്ള വേവലാതി പോയാൽ തന്നെ ശരീരവും മനസ്സും ഇതൊക്കെ വേഗം റിക്കവർ ആകും, വേഗം പൂർവ്വസ്ഥിതിയിലേക്ക് വരും. നമ്മൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചാണ് കൂടുതൽ ആ പ്രശ്നത്തിനെ വഷളാക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തെ സമാധാനമായി ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് 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 വിഷമിച്ചിട്ടാണ് കൂടുതൽ അതിനെ വഷളാക്കുന്നത്. അപ്പോൾ ഈ ജ്ഞാനമുള്ള ആളെന്ത് ചെയ്യും? ഇതൊന്നും ഞാനല്ല, എങ്കിലും എനിക്ക് ഭഗവാൻ തന്ന ഒരു സാധനമാണല്ലോ, അപ്പോൾ ഇതിനെ ഞാൻ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എൻ്റെ ജീവനെ കുറിച്ചുള്ള എൻ്റെ ടെൻഷനും ഇതൊക്കെ പോയി, ജീവേഷണ പോയി, ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾക്ക് ജീവനെക്കുറിച്ചുള്ള പേടി പതുക്കെ 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 കുറവായത്, മരണഭയം പതുക്കെ പതുക്കെ കുറവായി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കും. നിങ്ങൾക്ക് എത്ര സ്വതന്ത്രനായിട്ട് നടക്കാൻ പറ്റുമോ അറിയോ? അല്ലെങ്കിൽ ആ വഴിയിൽ കൂടെ പോയി കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇത് ഏതോ കാറ്റാണ്, എനിക്ക് എൻ്റെ തലയ്ക്ക് കാറ്റായി എന്ന് പറയും ചിലപ്പോൾ. വൈകുന്നേരം ആയാൽ നേരത്തെ വീട്ടിലേക്ക് പോകണം, പ്രശ്നമാണ് ഇവിടെ. ആരെങ്കിലും മുട്ടയൊക്കെ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഭഗവാനെ പ്രശ്നമാണ്. വഴിയിലൊക്കെ ചില ആളുകൾ കൂടോത്രം ഞാൻ നിങ്ങൾക്ക് നേരെ കൂടോത്രം ചെയ്യുന്നു പറഞ്ഞാൽ തന്നെ നിങ്ങൾ വിഷമിച്ച് ദുഃഖിച്ച് രോഗം നേടിയെടുത്തോളൂ, ഞാൻ തരുമൊന്നും വേണ്ട. ഇതൊക്കെ എങ്ങനെയാണ്? ജീവേഷണ കൊണ്ടാണ്. ജീവേഷണം മനസ്സിലാവുന്നുണ്ടോ? ജീവനെക്കുറിച്ചുള്ള ഇത് പോവോ ഇത് പോവോ, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, ഭഗവാനെ എൻ്റെ ശരീരം പ്രശ്നമാണ്, ആനയാണ് ചേനയാണ്, മരണം വരുമോ, മരിക്കേണ്ടി വരുമോ, ഒറ്റയ്ക്കാവോ? അപ്പോൾ ആരാണ് ഈ ഈ ജ്ഞാനം മനസ്സിലാക്കിയ ആൾ, ഈ ജ്ഞാനത്തിലെത്തിയ ആൾ, ഈ ജ്ഞാനം പ്രാക്ടീസ് ചെയ്ത ആൾക്ക് സ്വന്തം ജീവനെക്കുറിച്ചുള്ള വേവലാതിയും വിഷമവും ദുഃഖമൊക്കെ പോകും. ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലേ? ഉണ്ടാവില്ലയോ? അപ്പോൾ അവരിനെയൊക്കെ കുറിച്ച് നമ്മൾ ശരീരം പോയതിന് ഇഷ്ടം പോലെ വിഷമിച്ച് കരഞ്ഞ് ദുഃഖിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ജ്ഞാനത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ശരീരം അല്ലെങ്കിലും അവർ ശരീരമായിരുന്നോ? അവരും ശരീരമല്ല. അവർ യഥാർത്ഥത്തിൽ മരിച്ചോ? അവരും മരിച്ചിട്ടില്ല. ആർക്കും ഇവിടെ ജനിക്കാനും മരിക്കാനും കഴിയില്ല. ശരീരത്തിന് മാത്രമേ പറ്റൂ, എന്നാൽ ശരീരമല്ല എന്ന് പറയും. ഈ ജ്ഞാനം അവരിൽ നിന്നുള്ള ആ ദുഃഖത്തെ ഇല്ലാതാക്കി ശാന്തി അവരിൽ കൊടുക്കാനും നമുക്കും മനഃശാന്തി ലഭിക്കാനും ഇത് പറ്റും. അപ്പൊ ഇത് ചെറിയ ജ്ഞാനമല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതൊന്നുമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളല്ല ഞാൻ എന്താണ് ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം എന്ന് വെച്ചാൽ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വപ്നം കാണുമോ? നിങ്ങളോട് പറയാണ്, നാളെ നിങ്ങളെ എല്ലാവരെയും
എന്ത് പറയണു? ശരി, എല്ലാവരും സ്പിരിച്വൽ ആണ്. എല്ലാവർക്കും കാശിക്ക് പോകാൻ ഒരു അവസരം നാളേക്ക് കിട്ടുകയാണ്. നാളെ രാവിലെ എന്ന് വെച്ചോളൂ. ഏ അപ്പോൾ കാശി പോണതിന് മുമ്പ് എൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ടോ? ഓ, അവിടെ പോയ എന്ത് ചെയ്യും ഭഗവാനെ, ഈശ്വര, എന്ത് സുഖമായി എന്നിങ്ങനെ ഒരു ഉള്ളിൽ തന്നെ ഒരു എക്സ്പാൻഷൻ സംഭവിക്കില്ലേ? ഇതുപോലെ തന്നെയാണ് ജ്ഞാനത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. ശരിക്കും നമ്മൾ പറയണ ആ ബോധ അവസ്ഥ, ആ ആത്മാനന്ദം അല്ലെങ്കിൽ ആ പരമാനന്ദത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഈ ജ്ഞാനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആനന്ദം ഉണ്ടാവും. ഈശ്വര, ഒരു നിറവുണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതൊന്നും എത്ര പൈസ കൊടുത്താലും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇത് ജ്ഞാനം, ഇത് പ്രാക്ടീസ്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് ആ പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ ശങ്കരാചാര്യർ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞ വാക്കുകൾ നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് കൈയും കൂപ്പി അവിടെ സാഷ്ടാംഗം പ്രണമിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് സറണ്ടറിങ്. അത് കഴിവില്ലായ്മ കൊണ്ടല്ല, ആ ഭഗവാന്റെ മഹത്തരം അത് കണ്ടിട്ട് നമ്മൾ അതിനു മുമ്പ് ഒന്നും അല്ലാതാവണം. അവിടെ എല്ലാം നമ്മൾ സമർപ്പിക്കും. ഓക്കെ, ആ അവസ്ഥയിലേക്ക് എല്ലാവരും എത്തട്ടെ. കണ്ണുകൾ അടച്ച് നട്ടെല്ലാം നിവർത്തി വെച്ചിരിക്കാം. ഇന്നലെ സെഷന് വന്ന 2-3 ആളുകൾ ഇന്ന് കാണാനില്ല. ഒന്ന് പറഞ്ഞു ഒരാൾ, നളിനി ആൻറ്റി ലീവ് ലെറ്ററൊക്കെ തന്നിട്ടാണ് ലീവ് എടുത്ത്. ബേബി ചേച്ചി അവിടെ പോയി? ശരി, ഓക്കെ. കണ്ണുകൾ അടച്ച് നട്ടെല്ലാം നിവർത്തി വെച്ചിരിക്കാം. മുഖത്തൊരു പുഞ്ചിരിയോടെ ഇരിക്കാം. ഓം നമഃ ശിവായ. 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 ഓം നമഃ ശിവായ.
ॐ नमः शिवाय। 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 ॐ नमः शिवाय।
ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। കണ്ണുകളടച്ച് വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ധ്യാനം ചെയ്യാവുന്നതാണ്.
സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്ത് വിടാം. കായേന വാചാ മനസേന്ദ്രിയേ वा बुद्ध्यात्मना वा प्रकृतिस्वभावा करोमि यद्यत् सकलं परस्मै गुरुदेवपादेषु समर्पयामि. सर्वं गुरुदेवपादेषु समर्पयामि. सर्वं गुरुदेवपादेषु समर्पयामि. ॐ सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामया, सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्. ॐ ശാന്തി ശാന്തി ശാന്തി. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ സകല ചരാചരങ്ങളുടെ നന്മയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കാവുന്നു. പൂർണ്ണമെന്ന് തോന്നുമ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. നമസ്തേ.